എന്താ ഇപ്പോ ഒരു മൂഡ് ഔട്ട് ആയി ഇങ്ങനെ ഇരിക്കുന്നത്? നിങ്ങള് കളിയാക്കിക്കോളി മുരളിയേട്ടാ, നിങ്ങക്ക് കാര്യം മനസ്സിലായിന്നല്ലേ? കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ ഓള് പിന്നെയും തെറ്റിപ്പോയി. ഇതാണ് അവസ്ഥ, എന്താ ചെയ്യാ പോ? അല്ലടോ, കഴിഞ്ഞ ആഴ്ചത്തെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് ഇപ്പൊ അവിടെ കൊണ്ടുവന്നിട്ടല്ലേ ഉള്ളൂ. അതിന്റെ ഇടയിൽ എന്താ പ്രശ്നം ഉണ്ടായത്? ഒന്നും പറയണ്ടെന്നെ മുരളിയേട്ടാ, ഇന്നലെ ശനിയാഴ്ച അല്ലേ? ഇന്നലെ ഓളെ ഫ്രണ്ടിന്റെ കുട്ടീന്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ പണി ലീവാക്കി അതിന് പോകണം എന്ന് തന്നെ ഓക്ക് വാശി. ഞാൻ അവളോട് പറഞ്ഞ് പണിക്ക് പോയിട്ട് നമുക്ക് വൈകുന്നേരം പോവാ, എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ, അതിനുള്ള പൈസയും വേണ്ടേ. അവരൊറ്റ കാര്യം പറഞ്ഞതിന് ഓള് ഇന്നലെ പിണങ്ങി പോരേ പോയി കഴിഞ്ഞു. എന്താ ഇപ്പൊ ഇങ്ങനെയാ ചെയ്യാ മുരളിയേട്ടാ? അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളില്ലേ? ആട്ടെ, എന്റെ ഭാര്യ വീട്ടിലെ കൈകാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അമ്മായിപ്പനാണോ അല്ലെങ്കിൽ അമ്മായിമ്മയാണോ? അമ്മായിപ്പനാണ് പണിക്കൊക്കെ പോയി പൈസയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്, ഗൃഹനാഥനായി നിൽക്കുന്നത്. പക്ഷെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നേതൃത്വം കൊടുക്കുന്നത് അമ്മായിമ്മയാണ്. എന്താ ഇപ്പൊ നിങ്ങൾ അങ്ങനെ വെച്ചത്? അതെ, ഈ ആൺഭരനുള്ള വീട്ടിലെയും പെൺഭരനുള്ള വീട്ടിലെയും കുട്ടികളുടെ സ്വഭാവം വ്യത്യസ്തമായിരിക്കും. ആന്തോ മുരളിയേട്ടാ? അമ്മമാര് കൈകാര്യം ചെയ്യുന്ന വീട്ടിലെ അവിടെയുള്ള പെൺകുട്ടികള് ഈ അമ്മമാരെ കണ്ടിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഓലി അച്ഛന്മാരെ എങ്ങനെയാണ് നിർത്തുന്നതെന്നൊക്കെ ഈ കുട്ടികൾ കണ്ട് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി കല്യാണം കഴിഞ്ഞ് ഒരു ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഈ ഭർത്താവിന് ആ വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്തത് അതേമാതിരി ഇവിടെ വന്ന് പെരുമാറുകയാണ്. അപ്പം അതിന് ആ ഭർത്താവ് തയ്യാറായില്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങും. അങ്ങനെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലും തുടങ്ങിയത്. അത് ശരിയാണല്ലോ മുരളിയേട്ടാ, നിങ്ങൾ പറഞ്ഞൊക്കെ കറക്റ്റാണ് കേട്ടോ. എന്നോട് ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം ആരും പറഞ്ഞില്ല. അതല്ല, അത്ര കൃത്യമായിട്ട് ഇതെങ്ങനെ നിങ്ങൾ പറഞ്ഞുതരാൻ കഴിഞ്ഞത്? എന്താ പിന്നെ ഒരു പരിഹാരം? അതുകൂടി നിങ്ങൾ പറഞ്ഞുതരും. തിലകം പറയും പോലെ ഇതിന് പരിഹാരമില്ല. 2004 ഫെബ്രുവരി 1 മുതൽ ഞാനും ഇതിൽ ചെറുതായി ഒന്ന് പെട്ടതാ.